കുറേ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് ഈ ക്രിയാറ്റിനെ കുറിച്ചിട്ട്. അതായത് ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും മുടി കൊഴിയുന്നു, കിഡ്നി കംപ്ലയിൻറ്റ് വരുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ കൂടുതലും ജനറ്റിക്സ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ. ക്രിയാറ്റിൻ കഴിച്ചുകൊണ്ട് മുടി കൊഴിച്ചിൽ കൂടുക എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡും കാര്യങ്ങളൊന്നും പലരും പറയുന്നത് ക്രിയാറ്റിൻ കഴിച്ചുകൊണ്ട് മുടി നല്ല രീതിയിൽ കൊഴിയാറുണ്ട്. എനിക്ക് മനസ്സിലാവില്ല. കാരണം ഞാനും ക്രിയാറ്റിൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആളാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തരുന്നൊരു ക്രിയാറ്റിനാണ്. ഇതിന് മുന്നേ നമ്മുടെ വെൽക്കോറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ മസിൽ ബ്ലേസിൻ്റെ, ബോഡി ബിൽഡേഴ്സിൻ്റെ. ഇപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത് ന്യൂട്രാബയോയുടെ ക്രിയാറ്റിനാണ്. എന്നിട്ടും എനിക്ക് അത്ര വലിയ നോർമലി ഈ ഒരു പ്രായത്തിൽ എത്രത്തോളം മുടി കൊഴിച്ചിലുണ്ടാവോ ആ ഒരു മുടി കൊഴിച്ചിൽ തന്നെ എനിക്കുണ്ടാവുള്ളൂ. അതിനപ്പുറം ഒരു ക്രിയാറ്റിൻ യൂസ് ചെയ്തിട്ട് ഒരു മുടി കൊഴിച്ചിലോ കാര്യങ്ങൾ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. മൈ പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഉണ്ടാവണവരുണ്ടാവാട്ടോ. അപ്പം അങ്ങനെ ഉള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് സത്യം പറഞ്ഞാൽ ക്രിയാറ്റിൻ ഏറ്റവും ബെറ്ററാണ്. മസിൽ ബിൽഡിങ്ങിനായാലും നമ്മുടെ ഫാറ്റ് ലോസിനായാലും വർക്കൗണ്ട് സമയത്ത് പമ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്ററാണ് ക്രിയാറ്റിൻ. നല്ലൊരു ഡയറ്റും നല്ലൊരു വർക്കൗട്ട് സ്പ്ലിറ്റും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നാച്ചുറലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിലൊരു ട്രാൻസ്ഫോർമേഷനും ഒരു ഫിസിക് ബിൽഡിങ്ങും പോസിബിളാണ്. ശരി.